മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിൻ്റെ കണ്ണിൽ ചാനൽ മൈക്ക് തട്ടിയ സംഭവത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചും തുറന്നു പറഞ്ഞു മോഹൻലാലിൻ്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ സനിൽകുമാർ. സംഭവം നടക്കുമ്പോൾ മോഹൻലാലിനൊപ്പം സനിലുമുണ്ടായിരുന്നു. കണ്ണിൽ മൈക്ക് തട്ടിയതിനു ശേഷം കുറച്ചധികം നേരം കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നുവെന്നും പിന്നീട് നടന്ന ഷൂട്ടിനിടയിലും അത് തുടരുകയായിരുന്നുവെന്നും സനിൽകുമാർ വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ GST അടച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മോഹൻലാൽ. ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്കിറങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയത്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നതും അതേ സമയത്ത് തന്നെയായിരുന്നു. പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് അതേപ്പറ്റി കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. അതാണ് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങിയത്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞത്. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ മാധ്യമസ്ഥാപനത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം എക്സ്ക്ലൂസീവ് ന്യൂസിനു വേണ്ടിയാകാം ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. ശാരീരികമായ ഉപദ്രവത്തിലേക്ക് പോകുന്ന വിധത്തിൽ ഒരിക്കലും കാര്യങ്ങൾ കടക്കരുത് എന്ന് മാധ്യമസ്ഥാപനത്തിൽ തന്നെയുള്ള മുതിർന്ന ആളുകൾ റിപ്പോർട്ടർമാരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്.